ഞാനിപ്പോൾ ഉള്ളത് ആലത്തൂരാണ്. എറണാകുളം ഓഫീസിൽ പോകുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7:30. അടുത്തുള്ള ഗായത്രി പുഴ ദിശ മാറി ഒഴുകിയിട്ട് ഹൈവേൻ്റെ മേലെ കൂടെ ഓവർഫ്ലോ ആവുന്ന ഒരു സീനാണ്, വിഷ്വലാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. മെയിൻ പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണിത്. റോഡിൻ്റെ 2 സൈഡും നല്ല പോലെ വെള്ളം നിറഞ്ഞ് സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വണ്ടികളൊക്കെ കടത്തിവിടുന്നതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ ഇവിടെ റെസ്ക്യൂ വെഹിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങളവിടെ പിടിച്ചിട്ടു. ഞങ്ങൾ വെള്ളത്തിന് നടക്കായിരുന്നു. കുറച്ച് ഒരു മിനിറ്റോളം അങ്ങനെ ആയിരുന്നു ഈ വണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈക്കുകളുണ്ട്, സ്കൂട്ടറുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉരുട്ടിയിട്ട് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം മുട്ടിൻ്റെ അത്ര വെള്ളമുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടോ. ഈ ബൈക്കുകൾ അത്യാവശ്യം ഹൈറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ വണ്ടികളൊക്കെ ഉരുട്ടിയിട്ടാണ് പാസ് ചെയ്തത്. അതും ഹെൽപ്പോട് കൂടിയിട്ട് നല്ല അടിയൊഴുക്കുള്ള പോലെ ഒരു ഫീലായിരുന്നു ആ വെള്ളത്തിൻ്റെ ഫ്ലോയിനുണ്ടായിരുന്നത്. പെട്ടു പോകുമോ എന്നുള്ള ഫീലായിരുന്നു ഞങ്ങൾക്ക് ആ സെൻറ്ററിലുണ്ടായിരുന്ന സമയത്ത് തോന്നിയത്. കണ്ടോ, ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഫുൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. ഇത് പുഴയല്ല, ഇത് ആക്ച്വലി ഒരു റോഡാണ്, നമ്മുടെ എച്ച് ഹൈവേ. 2 സൈഡുള്ള റോഡിന് ഒരു സൈഡ് ഫുള്ള് നിറഞ്ഞു. ഇപ്പോൾ ഒരു സൈഡ് കൂടി മാത്രമേ ട്രാവലിംഗ് നടക്കുന്നുള്ളൂ. 4 ലൈൻ റോഡാണ്. ഇതിൽ 2 ലൈൻ മാത്രമേ ഇപ്പോൾ വണ്ടികൾ നടക്കുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഇത് 4 ലൈനിൻ്റെ ഒരു ലൈൻ ആണ് വെള്ളം മുങ്ങി കിടക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വീടിൻ്റെ മേലെയും താഴെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയതാണ്. പക്ഷേ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് ഒരു രക്ഷയില്ല. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി തിരിച്ച് ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലായി ഞങ്ങളുടെ യാത്ര. വന്ന വഴി തന്നെ തിരിച്ചു പോയ അവസ്ഥയാണത്. ഇതുണ്ടോ, ഞങ്ങൾ അപ്പോഴേ കാണിച്ച അതേ ഏരിയ തന്നെയാണ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ഇവിടെയൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഫ്ലോ ഭയങ്കര സ്പീഡായിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ കാണാൻ പറ്റും വണ്ടികളൊക്കെ ഭയങ്കര റൈസ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. എങ്ങനെ തന്നെ 2 വീലേഴ്സൊക്കെ ക്രോസ് ചെയ്യുന്നതൊന്നും അറിയില്ല. അപ്പോൾ വണ്ടിയുടെ ഇതുണ്ടോ, റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് നാട്ടുകാരും പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്. കണ്ടോ, വണ്ടികളൊക്കെ തള്ളി കയറ്റുന്നുണ്ട്. നമുക്ക് കാറുകൾക്ക് അത്യാവശ്യം പോകാനുള്ള സ്പേസ് അല്ലെങ്കിൽ വണ്ടിയുടെ ഹൈറ്റിനനുസരിച്ച് പോകാൻ അവരനുവദിച്ച് വിടുന്നുണ്ട്. ലോറികളുടെ ഒന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ടയർ വലുതായതുകൊണ്ട് അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൈഡ് മാത്രമുള്ള വിഷ്വലാണ്. പക്ഷേ മുന്നോട്ട് പോകുന്തോറും വടക്കാഞ്ചേരിയുടെ സൈഡൊക്കെ, ആ റോഡിൻ്റെ സൈഡ് തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസൊക്കെ ഞങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി കുറച്ച് സ്പീഡിൽ പോയി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ എറണാകുളം ട്രാവൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകൾ മാക്സിമം ഒഴിവാക്കുക. ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്, പക്ഷേ ഈ വെള്ളം എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോ ചെയ്ത് തരാം. സേഫ് ട്രാവൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.